ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സാധാ ഒരു വ്ളോഗൊന്നും അല്ല. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, കുറേ ദിവസം മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ വീഡിയോ ഇടണോ വേണ്ടേന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഏതായാലും ഇന്നത്തേക്ക് ഈ വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു വീടിരിക്കലിൻ്റെ വീഡിയോ ആണ്. എൻ്റെ വീടല്ല, പുതിയ വീട്, എൻ്റെ അനിയത്തീൻ്റെ വീടിരിക്കലിന് നമ്മൾ പോയ വിശേഷങ്ങളും അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നമ്മുടെ ഇവിടുത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൻ്റെ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കൂടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നോമ്പുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വീട്ടിൽ കുറേ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം ഇൻഷാ അല്ലാ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ രാവിലെ തന്നെ അന്ന് അപ്പം കിട്ടിയതാണ് കേട്ടോ ഈ അലന്തപ്പഴമൊക്കെ. ഇതിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ കുറച്ചും കൂടെ വരുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് ഷൂട്ട് ചെയ്ത് വെച്ച് ജസ്റ്റ് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയെന്നുള്ളൂ. നമുക്ക് ഇത്രയും കുറേ കിട്ടും കേട്ടോ. ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഈ ചെടി ഇത് തൃശ്ശൂരിൽ ഒരു 3-4 കൊല്ലം മുമ്പ് ഞാൻ ചെറിയ ചട്ടിയിൽ നട്ടിരുന്ന ഒരു സംഭവം. പിന്നീട് നമുക്ക് സ്വന്തമായിട്ട് വീടായപ്പോൾ അങ്ങനെ നിലത്തിൽ വെച്ചതാണ് കേട്ടോ. അപ്പോഴാണ് ഇത് ഇത്രയും വലുതായത്. അപ്പം ഇനി നമുക്ക് മറ്റു വിശേഷങ്ങളിലേക്ക് പോവാം. ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഈ വീഡിയോ ആദ്യം കുറേ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നെക്കൊണ്ട് സാധിച്ചില്ല. കാരണം എന്താണ്, ഇവിടുത്തെ തിരക്ക് തന്നെയാണ്. ഇന്നൊരു 3 വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഷോളൊന്ന് ശരിയാക്കി വിടും ബാക്കിൽ. ഈ സൈഡ് എൻ്റെ ഈ സൈഡ് കഴുത്ത് കാണുന്നു. അപ്പം അതുകൊണ്ടാണ് ഇപ്പം എടുത്തത്. അപ്പോൾ മക്കളെല്ലാവരും ഒരുങ്ങിയിട്ടുണ്ട്. ചുച്ചുക്കുട്ടി അവിടെ, സുന്ദർക്കുട്ടി ചുച്ചുക്കുട്ടി ഇതേ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഹെയ്സു ഇക്ക അവരൊക്കെ കാർ എടുക്കാനും വേണ്ടി പോകണു. അപ്പോൾ നമ്മൾ എങ്ങടാണ് പോണത് എന്നൊക്കെ പോണ വഴിക്ക് നമ്മൾ കാണിച്ചു തരാം. അപ്പം ഞാനും ഇത്ര ദിവസമായിട്ട് ഈ ഒരു സംഭവം കണ്ടിട്ടില്ല. ഇന്നാണ് കാത്തിരുന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കാണുന്നതോടുകൂടി നിങ്ങളെയും കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പോണ വഴിക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. കമാൺ. ഹയാനോ മക്കളെ നോക്കൂ, എത്തി നോക്കൂ. അയച്ചോടെ അയച്ചിട്ട് കാണാനില്ല. അയച്ചൊന്നും വയ്യ, എപ്പോൾ നോക്കിയാലും അസുഖമാണ്. ചുച്ചുമണി സ്കൂളിൽ പോകാൻ തുടങ്ങിയതോടെ എല്ലാവർക്കും അസുഖം തുടങ്ങി അല്ലേ. നമ്മൾ എങ്ങടാ പോണത്? അപ്പോൾ എൻ്റെ അനിയത്തി എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് സ്വന്തം അനിയത്തിയാണോ എന്നൊക്കെ. സ്വന്തം അനിയത്തി പോലെ തന്നെയാണ്. എനിക്ക് 4 എളാപ്പന്മാരാണ് ഉള്ളത്. അപ്പോൾ അവരുടെ മക്കളാണ്. അതിലൊരു എളാപ്പാൻ്റെ മോളാണ്. അപ്പം അവരുടെ വീട് വന്നിട്ട് നമ്മൾ ടൗണിലാണ് താമസം. ഇത് കുറച്ചൊരു നാട്ടിൻപുറമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. പോരാത്തതിന് എൻ്റെ അമ്മായിൻ്റെ മകളുടെ വീടും അവിടെയാണ്. അവിടേക്കാണ് കേട്ടോ ഞാൻ ചെറുതിലൊക്കെ ഇരിക്കുന്ന സമയത്ത് വിരുന്നൊക്കെ പോകാറുള്ളത്. എനിക്ക് ഉമ്മാൻ്റെ വീട്ടുകാർ അങ്ങനെയെന്ന് പറഞ്ഞിട്ട് റിലേഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് അവരാണ് എന്നെ വിളിച്ചുകൊണ്ട് പോലൊക്കെ. അതിന് മുമ്പ് അമ്മായിൻ്റെ വീട്ടിലേക്കായിരുന്നു. അമ്മായിൻ്റെ മോളെ കല്യാണം കഴിച്ചു കൊടുത്തപ്പോൾ പിന്നെ അങ്ങോട്ടേക്കാണ് പോകാറുള്ളത്. അവിടെ പോയപ്പോൾ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവർ ഓപ്പോസിറ്റുള്ളവരൊക്കെ ഭയങ്കര സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ് കാണാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിട്ട് എല്ലാവരെയും കണ്ടപ്പോൾ. പിന്നെ നമ്മൾ പോയത് തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അവിടെ 2-3 ട്രിപ്പ് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞു. നല്ല അടിപൊളി ബിരിയാണിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ റേനക്കുട്ടി എന്തൊക്കെയോ ഇങ്ങനെ കമൻ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോയിട്ട് കുറച്ച് നേരം കഴിഞ്ഞു. പിന്നെ ഫുഡ് അടിക്കാനും വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ബിരിയാണി, പിന്നെ നല്ല അടിപൊളി പായസം, പിന്നെ തൈര് ചട്നി എന്നാണ് കേട്ടോ ഇവിടെ പറയാം. സാലഡിന് ഞങ്ങൾക്ക് മസ്റ്റാണ് തൈര് ചട്നി. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ ഇവിടത്തെയും ഒരു മലപ്പുറം സ്റ്റൈലും കൂടെ ഉള്ള പോലെ ഒരു ബിരിയാണി ആയിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ ബിരിയാണിയാണ്. പിന്നെ ഈ വീടിൻ്റെ ഫുള്ളായിട്ടൊരു ഹോം ടൂർ എടുക്കണം എന്ന് ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് ഫുള്ള് തിരക്കാണ്, കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് കാണിക്കാനും പറ്റില്ല. അപ്പോൾ ഞാൻ ഓരോ ഭാഗമായിട്ട് ജസ്റ്റ് എടുത്ത് വെച്ചത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നല്ല രസത്തിൽ എന്തായാലും വീടൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ, ചുറ്റുപാടുള്ള ആൾക്കാരും പിന്നെ നമ്മുടെ ഫാമിലിയും ഒക്കെ ആയിട്ട് ഒരു അടിപൊളിയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ബാക്കിയുള്ള വീടിനകത്തുള്ള സംഭവങ്ങളും പിന്നെ നമ്മൾ ഗിഫ്റ്റ് കൊടുത്തതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ അവിടെ തന്നെ അവർക്ക് ഇനി അത്യാവശ്യം സാധനങ്ങളൊന്നും വാങ്ങേണ്ടി വരില്ല, അത്രത്തോളം ഫുള്ള് ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആളൊഴിഞ്ഞ സമയത്ത് മുകളിലേക്കൊക്കെ കയറിപ്പോയത്. എനിക്ക് ഈ ഒരു റൂം ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ട് ജിമ്മ്. പിന്നെ പറഞ്ഞ പോലെ എൻ്റെ അനിയത്തിക്ക് 3 ആൺകുട്ടികളാണ് കേട്ടോ. അപ്പോൾ ആൺകുട്ടികളായതുകൊണ്ട് തന്നെ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റൂമാണിത്. ജിമ്മ് എടുക്കാനും വേണ്ടിയിട്ടുള്ള സെറ്റ് ചെയ്ത റൂമാണ്. അത് ഓപ്പൺ ആയിട്ടുള്ള ആ ഒരു ഭാഗമൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ മുകളിൽ അതുപോലെ 2 ബെഡ്റൂമാണ് കേട്ടോ ഉള്ളത്. ഈ ഒരു ഭാഗത്ത് വന്നിട്ട് വുഡൻ സ്റ്റൈലിലുള്ള ഒരു ടൈലും
പിന്നെ ഇത് വന്നിട്ട് ഒരു ഹാളും പിന്നെ ഇപ്പുറത്തൊരു ബെഡ്റൂം, ഇതും മുകളിൽ തന്നെയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഓപ്പൺ ടെറസ് ഉണ്ട്, അതിൽ വാഷിംഗ് മെഷീന് കാര്യങ്ങൾ അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളൊരു സംഭവമായിരുന്നു. പക്ഷെ അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇതേതാണ് ബാത്റൂം. നല്ല ഒരു എലഗൻ ലുക്കിൽ ടൈല് ഫുൾ വോൾ ടൈലൊക്കെ ഒട്ടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സമാധാനത്തിൽ നോക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇനിയൊരു ദിവസം പോകുമ്പോൾ നോക്കാം. ഇത് ഹാളാണ്. ഹാളിന് കുഞ്ഞൊരു ബാൽക്കണിക്കുള്ള ആ ഒരു ഡോറും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റെപ്പിലൊക്കെ ഈ ഒരു ടൈൽ ഗ്രാനൈറ്റ് ആണ്, എന്തോ ഒരു പേര് പറയും, പക്ഷേ എനിക്ക് പെട്ടെന്ന് ഓർമ്മയില്ല. കുറച്ച് നല്ല ഗ്രിപ്പുള്ള ആ ഒരു ഗ്രാനൈറ്റാണ് ഇട്ടിട്ടുള്ളത്. ഇത് പിന്നെ പുറത്ത് കോമൺ ആയിട്ട് പുറത്തുനിന്ന് എൻ്റർ ചെയ്യുന്ന പോലെയുള്ള ഒരു ബാത്റൂമാണ്. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ഇന്ത്യൻ ക്ലോസറ്റാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതെന്തായാലും ശരിക്കും പറഞ്ഞാൽ ഓരോ വീട്ടിനും മസ്റ്റാണ്. പിന്നെ ഇതാണ് എൻ്റെയും എൻ്റെ ഉമ്മാൻ്റെ വീട്ടുകാരുടെയും ഗിഫ്റ്റ് ഇതാണ് കേട്ടോ. ഉമ്മാൻ്റെ വീട്ടുകാർ വന്നിട്ട് ഒരു സ്റ്റഡി ടേബിളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ കുട്ടികളുള്ള വീടല്ല, അപ്പോൾ അവർക്കത് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ അതുപോലെ ഞാൻ വന്നിട്ട് യൂനാലാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത് ഇത് കൊടുക്കാൻ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചാച്ച അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവളെ ഇച്ചു എന്നാണ് ഞങ്ങൾ വിളിക്കുക. അപ്പോൾ ഇച്ചുക്ക് വീടായിട്ട് വേണം ഇൻഷാ അല്ലാഹ് മക്കൾക്ക് ഒരു ഊഞ്ഞാൽ കൊടുക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അതന്നെ ആക്കിയതാണ് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് ഇത് രണ്ടും നമ്മുടെ ഇക്കാൻ്റെ ഷോപ്പിൽ നിന്ന് തന്നെയാണ് കേട്ടോ. ഊഞ്ഞാലും പിന്നെ ഈ ഒരു സ്റ്റഡി ടേബിളും ഇതാണ് അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ്. ഈ ഗിഫ്റ്റ് വരാനും വേണ്ടിയിട്ട് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ 4 മണി 5 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. പിന്നെ അതും കൊടുത്തതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മുടെ ഇടയിലൊക്കെ 2 ടൈപ്പ് ആൾക്കാരുണ്ടാവും. എന്തെങ്കിലുമൊക്കെ സെലിബ്രേഷൻസ് വരികയാണെങ്കിൽ ഈ 2 ടൈപ്സിൽ ഒരു ടൈപ്പ് ആൾക്കാർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും, ഇനിയൊരു ടൈപ്പ് ആൾക്കാർ അതൊന്നും നിൽക്കില്ല. അപ്പോൾ ഏതായാലും ശരി, ഹോളിയൊക്കെ വരാൻ പോവാണ്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പുറത്തേക്ക് പോവാതെ നമുക്ക് ഫേഷ്യൽ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ന്യൂഡിൻ്റെ ഒരു കിറ്റാണ് കേട്ടോ. ഇത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇപ്പോൾ ഫേഷ്യലൊക്കെ ചെയ്യാൻ പുറത്ത് പോകാനും പറ്റൂല, പക്ഷേ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നവർക്ക് ഒരു 6 സ്റ്റെപ്പിലൂടെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റിയ ഈ ഒരു സംഭവമാണ് ഞാൻ ഒന്ന് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. NEUDന്റെ 30 മിനിറ്റ്സ് ദി മേക്ക് ഓവർ ഫേഷ്യൽ കിറ്റ് ആണ്. നല്ല സംഭവമാണ് കേട്ടോ. ഇതിനകത്ത് ഒരു 6 പാക്സ് ഉണ്ടാവും. ഇതിൽ വന്നിട്ട് പാരബൻ ഫ്രീ ആണ്, പിന്നെ സൾഫേറ്റ് ഇല്ല, പിന്നെ അതുപോലെ ഫോർമാലിഡിഹൈഡ് ഇതുപോലെയുള്ള കെമിക്കൽസ് കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാത്ത സംഭവമായതുകൊണ്ട് നമുക്ക് ധൈര്യത്തിൽ വീട്ടിൽ നിന്ന് നമുക്ക് തന്നെ സ്വയം ചെയ്യാൻ പറ്റും. ഒരു 30 മിനിറ്റ്സ് മതി, കൂടുതലൊന്നും വേണ്ട. ഇതുപോലെ ഇതിലൊരു 6 പാക്കറ്റ് ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഫേഷ്യൽ ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ക്ലെൻസിങ് മിൽക്കാണ് എടുക്കുന്നത്. ഇത് അതുപോലെ എടുത്തിട്ട് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ആക്കി ഒക്കെ അതിൻ്റെ നമ്മുടെ അഴുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പോട്ടെ. എന്നിട്ട് ഇതുപോലെ ഒരു തുണി കൊണ്ട് നമുക്ക് തുടച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ സ്റ്റെപ്പ് 2 വന്നിട്ട് എക്സ്ഫോളിയേറ്റിംഗ് ഫേസ് സ്ക്രബാണ്. ഇത് വന്നിട്ട് ഇതുപോലെ മൂക്കിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു പറഞ്ഞാൽ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഒന്ന് പോയിട്ട് ഫേസ് ഒന്ന് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. എന്നിട്ടൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ 1-2 മിനിറ്റ് കഴിഞ്ഞാൽ അതൊന്ന് വൈപ്പ് ചെയ്തിട്ട് അടുത്തത് നമ്മുടെ ഫേസ് മസാജിങ് ക്രീമാണ്. 3rd സ്റ്റെപ്പാണ്. ഇത് അതുപോലെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം മസാജ് ചെയ്തതിന് ശേഷം. അതിനുശേഷം ഒരു ഇതുകൊണ്ട് തുടച്ചെടുക്കാം കേട്ടോ നമുക്ക്. ഇനി അടുത്തതായിട്ട് സ്റ്റെപ്പ് 4 ആണ്, ഫേസ് മാസ്ക് ആണ്. ഇത് വന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ഫേസിൽ മാത്രമല്ല നെക്കിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോഴേ ആ ഒരു കളർ കറക്റ്റായിട്ട് നമുക്ക് വരുള്ളൂ. കരുവാളിപ്പൊക്കെ പോകും. 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം വെള്ളം കൊണ്ട് ഇങ്ങനെ തൊട്ടെടുത്തിട്ട് പിന്നെ നനച്ചു കൊടുത്തിട്ട് പിന്നെ നമുക്ക് കഴുകി കളയാം. അതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ഫേസ് സീറമാണ്. ഇതൊരു 3-4 ഡ്രോപ്സ് മതി കേട്ടോ, ഒരുപാടൊന്നും എടുക്കണ്ട. അത് ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു ഗോൾഡൻ കളർ ഇങ്ങനെ ഒരു തിളക്കമൊക്കെ ഉണ്ടാവും കേട്ടോ ഇത് തേക്കുന്ന സമയത്ത്. എന്നിട്ട് അതിനുശേഷം നമുക്ക് പുറത്തേക്കൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. 6th സ്റ്റെപ്പാണ് കേട്ടോ ഇത്. നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പുറത്ത് പോവുകയാണെങ്കിൽ നമുക്ക് പേടിക്കാനൊന്നുമില്ല. അപ്പോൾ ഫേസ് നല്ല സോഫ്റ്റും ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. സൺസ്ക്രീനൊക്കെ തേച്ചിട്ട് നമുക്ക് വെയിലത്ത് പോവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരു ടാന് കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ ന്യൂഡിന്റെ ഡയമണ്ട് ഗ്ലോ മേക്ക് ഓവർ ഫേഷ്യൽ കിറ്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ന്യൂഡിന്റെ സൈറ്റിൽ ഇത് ഞാൻ താഴെ എഴുതി കാണിക്കാം, അതിലും കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഫ്ലിപ്കാർട്ട്, ആമസോണിൽ എല്ലാം അവൈലബിൾ ആണ്. വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങാം കേട്ടോ. പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പോയി ചെയ്തിട്ട് തരാം. നീ ഇരുന്നോ, നിനക്ക് പറ്റും. സ്വന്തം റിസ്ക്. ഞങ്ങളും മുറ്റും തമ്മിൽ യാതൊരു നിക്കടാ. ഇപ്പടുത്താ സയാൻ ഇരുത്തി നോക്കാം. സയാൻ ചെറുതുകൾക്ക് ഓക്കെ അല്ലടാ, മേലത്തെ കൊക്കി ഒരു ഡൗട്ട് ഉണ്ട്.
സീലിംഗിൽ അത്യാവശ്യം ബലമുള്ള കമ്പി വേണം കേട്ടോ, എങ്കിലും നമുക്ക് ഊഞ്ഞാലിടുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അവിടെ നോക്കിയപ്പോൾ ഒക്കെ ഈ ചെടികൾ ഹാങ് ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള കമ്പി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പേടിച്ചിട്ട് ഇപ്പോൾ തൽക്കാലം ഹാങ് ചെയ്ത് വെക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഹാങ് ചെയ്ത് കൊടുത്താണ്. അപ്പോൾ പുറമേ നിന്നും വീട് കാണാനുള്ള ഒരു ലുക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു സ്റ്റൈലാണ്. നല്ല രസമുണ്ടായിരുന്നു. ഫുള്ളായിട്ട് വുഡൻ പാനലൊക്കെ ചെയ്തിട്ട് നല്ലൊരു എലഗൻ ലുക്ക് ഉണ്ടായിരുന്നു കാണാൻ. പിന്നെ താഴെ വന്നിട്ട് ഇത് ഒരു ബെഡ്റൂം, അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ് കേട്ടോ, കുഴപ്പമില്ല. ഇത് ഞാൻ പറഞ്ഞില്ല കുറേ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതേ ആ ഗിഫ്റ്റും ജസ്റ്റ് ഒന്നിങ്ങനെ കാണിച്ചാണ്. പിന്നെ ഇവിടെ വന്നിട്ട് ഹാളും, ഇവിടുന്ന് ഹാളിന് ഡൈനിങ് ഹാള്, പിന്നെ അപ്പുറത്ത് സ്റ്റെയർ കേസ്. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. ഈ കട്ടിലും എല്ലാം ഗിഫ്റ്റ് വന്നു തന്നെയാണ് കേട്ടോ. അതെ, അപ്പോൾ നമ്മൾ എല്ലാം കണ്ടിട്ട് അങ്ങനെ രാത്രിയായി ഇറങ്ങാൻ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് പോകുമ്പോൾ അങ്ങനെ ചാച്ചാൻ്റെ വീട്ടിലേക്കും കൂടെ പോയി അവിടുന്ന് ചെച്ചാണീനൊക്കെ കണ്ടിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും അപ്പോൾ എന്താ ചാച്ച ചെച്ചാനെ അവർ വന്നില്ലേ എന്നുള്ളത്. ഞാനിതിൽ പറഞ്ഞിരുന്നില്ല. ചാച്ച നമ്മളെ വിട്ട് പോയിട്ടുണ്ട്, മരണപ്പെട്ടു. അപ്പോൾ അങ്ങനെ നമ്മൾ വീടെത്തി. കുറച്ച് എനിക്ക് മരുന്ന് കാര്യങ്ങളൊക്കെ കഴിക്കാനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇത് കുറച്ച് ദിവസം മുമ്പത്തെ വീടാണെന്നുള്ളത്. ഇപ്പോൾ ഈ മരുന്നൊന്നുമില്ല, ഒക്കെ കഴിച്ച് കുറച്ചിപ്പോൾ ഞാൻ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ രാത്രിയിലത്തെ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് എനിക്ക് താഴത്തെ കുറേ സാധനങ്ങൾ മുകളിലേക്ക് നമ്മുടെ അപ്സ്റ്റെയറിലേക്ക് കയറ്റേണ്ടതായിരുന്നു. കാരണം നിങ്ങളെല്ലാവരും ചോദിക്കുന്നുണ്ട് താഴെ ഇത്രയും കൺജസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കണം, മുകളിൽ യൂസ് ചെയ്തൂടെ എന്നൊക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അന്ന് കുറേ സാധനങ്ങളൊക്കെ നമ്മൾ മുകളിൽ കയറ്റി. പിന്നെ നമ്മുടെ ടേബിളൊക്കെ ഉണ്ടല്ലോ അത് പുറത്തേക്ക് മേലെ കയറ്റാൻ നോക്കി, പക്ഷെ അത് നടന്നില്ല കേട്ടോ. അത്യാവശ്യം വലിയ ടേബിളാണ്, അതുകൊണ്ട് പിന്നെ അങ്ങനെ പുറത്തേക്ക് എടുത്ത് അന്ന് ഇട്ടതായിരുന്നു. ഇത് കണ്ടില്ലേ പകുതിയിൽ നിൽക്കുന്നത്. പിന്നെ റനക്കുട്ടീൻ്റെ ഈ റൂം ഇവിടെയൊക്കെ പണി നടക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ഈ റൂമിൽ നിന്ന് അപ്പുറത്ത് പുതിയ റൂമിലേക്ക് ഒരു വഴിയൊക്കെ കൊടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് സാധനങ്ങൾ കുറേശ്ശായിട്ട് അങ്ങനെ മാറ്റാമെന്ന് വിചാരിച്ചിട്ട് അന്ന് ഇവരുടെ ടേബിൾ, അതായത് കുട്ടികളെ പഠിക്കാനും വേണ്ടിയിട്ട് മുകളിലേക്ക് അയക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാണ്. എനിക്ക് പേടിയുണ്ട് ഇവർ അവിടെ പോയിട്ട് പഠിക്കോ ഇല്ലേ എന്നുള്ളതൊക്കെ. പിന്നെ റനക്കുട്ടീനെ ഓക്കെയാണ്, അവൾ പഠിക്കും എന്നുള്ള വിശ്വാസത്തിൽ ഹയാനെയും കൂടെ അങ്ങനെ പറഞ്ഞയക്കുന്നതാണ് കേട്ടോ. അപ്പോൾ സാധനങ്ങൾ മാറ്റുന്ന ഇടയിൽ കൂടെ ഒരു സ്വീറ്റ് കിട്ടിയപ്പോൾ അത് ഞാനും കുട്ടികളും കൂടെ കഴിക്കായിരുന്നു. പിന്നെ ഈ ഒരു സ്റ്റഡി ടേബിളും റനക്കുട്ടീൻ്റെ ആണ്. ഈ സ്റ്റഡി ടേബിൾ വന്നിട്ട് മുമ്പ് എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ, ഒരു 10 കൊല്ലമായിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ റനക്കുട്ടിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ നമ്മൾ ഏറ്റവും മുകളിൽ കയറ്റാൻ നോക്കിയ സമയത്ത് സാധിച്ചില്ല. അപ്പോൾ നമ്മൾ സ്റ്റെയർ കേസിൻ്റെ ആ ഒരു നിൽക്കുന്ന ആ ഒരു ഭാഗമല്ലേ അവിടെ ഇട്ടിട്ട് പിന്നെ അത് മുകളിൽ ഒരിക്കലും കയറ്റാൻ പറ്റിയില്ല. അപ്പോഴേ റനക്കുട്ടി പറഞ്ഞാണ് ഇത് നിങ്ങൾ ഒരിക്കലും ഇനി ലൈറ്റ് ഇട്ട് തരാൻ പോകുന്നില്ല, ഇട്ട് തന്നിട്ടുമില്ല, ഇത്ര ദിവസമായിട്ടും അത് നടന്നിട്ടില്ല. അതാണ് റനക്കുട്ടി അവിടെ നിന്ന് കംപ്ലൈൻറ്റ് പറയുന്നത്. അപ്പോൾ അതിന് ശേഷം അത് അവിടെ പകുതിയിൽ ഇട്ട് വെച്ചിട്ട് പിന്നെ ഈ ഒരു കട്ടിലുണ്ടായിരുന്നു. ഇതായിരുന്നു എനിക്ക് കല്യാണ സമയത്തും അവിടെ അവരുടെ റൂമിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു കട്ടിലാണ്. അതിൽ കുറച്ചൊന്ന് മാറ്റം വരുത്തിയതാണ് കേട്ടോ. അപ്പോൾ ഈ കട്ടിൽ മുകളിലാണ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത്ര ദിവസം ഒക്കെ അഴിച്ചൊക്കെ വെച്ചതായിരുന്നു. അപ്പോൾ അതൊന്ന് നോർത്തിയിട്ടിട്ട് നമ്മുടെ താഴത്തെ ബെഡ് മുകളിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ ആ ബെഡ് എടുത്ത് ഇതിലിട്ട് നോക്കിയതാണ്. പക്ഷേ ബെഡ് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്, കട്ടിൽ ചെറുതാണല്ലോ, പഴയ കട്ടിലാണല്ലോ. അപ്പോൾ അതൊക്കെ വെറുതെ അങ്ങനെ അലങ്കോലമായിട്ട് ഇട്ടിട്ട് നമ്മൾ തിരിച്ച് താഴേക്ക് പോന്നു. അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ പോയിട്ട് മുകളിലൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്, ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. മുകളിൽ വേറൊരു പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് മറ്റൊരു വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതെന്തായിരുന്നു നമ്മൾ തുടങ്ങുന്ന പരിപാടി എന്താണെന്നുള്ളത് വഴിയെ ഞാൻ പറയാം. കുറേ ദിവസമായിട്ട് ബിൽഡപ്പ് ഇടയെല്ലാം ഉണ്ട്, കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതേ താഴെ റനക്കുട്ടീൻ്റെ റൂമിൽ ഏകദേശം എല്ലാം വലിച്ചു വാരിയിട്ടിട്ട് ഈ ഒരു ലുക്കാണ് ഉള്ളത്. ഇതൊക്കെ ഇനി ഒന്ന് നേരാക്കണം. വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും. റനക്കുട്ടി ഇവിടെ ഉണ്ട് കേട്ടോ ബാക്കിൽ.